നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോഷ്യോളജി ഓഫ് ഹെൽത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും അതിൻ്റെ വിവിധ മാനങ്ങളും. ഒരു കാര്യം ആദ്യമേ പറയാം, പരീക്ഷയ്ക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലെ ഓരോ പോയിന്റും ശ്രദ്ധിച്ചു പഠിക്കാം. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ യൂണിറ്റിന്റെ നോട്ടുകളുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം ആ നോട്ടുകൾ കൂടി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പോയിന്റുകൾ പഠിക്കാനും ഓർമ്മിച്ചെടുക്കാനും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം, അല്ലേ? ആദ്യം ഈ യൂണിറ്റ് പരീക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി പഠിക്കും. അതിനുശേഷം ആരോഗ്യത്തിന് ശരിക്കും എത്ര തലങ്ങളുണ്ടെന്ന് നോക്കും. ഏറ്റവും ഒടുവിലായി പരീക്ഷയിൽ എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനുള്ള കുറച്ച് ടിപ്സും നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ചുരുക്കവും ഉണ്ടാകും. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിറ്റ് വളരെ ചെറുതാണെന്ന് കരുതി ആരും ഇതിനെ നിസ്സാരമായി കാണരുത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ 2 ആശയങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടുതന്നെ ഒരു എസ്സേ ചോദ്യം ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ പോയിന്റ് പോലും വിടാതെ ഇത് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ആരോഗ്യത്തിന്റെ നിർണായക ഘടകങ്ങൾ. ഇംഗ്ലീഷിൽ ഇതിനെ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറയും. പരീക്ഷാ പേപ്പറിലെ സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണിത്. പക്ഷെ അതിലുപരി നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെയും എന്റെ ചുറ്റുമുള്ളവരുടെയും ആരോഗ്യം തീരുമാനിക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് പ്രധാനമായും 5 വിഭാഗങ്ങളായി തിരിക്കാം. ഈ 5 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ തന്നെ നിങ്ങളുടെ എസ്സേയുടെ ഒരു രൂപരേഖയായി. ആ 5 ഘടകങ്ങൾ ഇവയൊക്കെയാണ്. 1. ജൈവശാസ്ത്രപരമായ കാര്യങ്ങൾ, അതായത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടവ. 2. നമ്മുടെ പെരുമാറ്റവും ജീവിതശൈലിയും. 3. നമ്മുടെ പരിസ്ഥിതി അഥവാ ചുറ്റുപാടുകൾ. 4. നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥ. പിന്നെ 5ാമതായി നമുക്ക് കിട്ടുന്ന ആരോഗ്യ സേവനങ്ങൾ. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ, അതായത് നമ്മുടെ ശരീരഘടന തന്നെ. ഇതിൽ നമുക്ക് കാര്യമായ നിയന്ത്രണമൊന്നുമില്ല. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന ജീനുകൾ ചില അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന്, കുടുംബത്തിൽ പ്രമേഹത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന ചില ജനിതക വൈകല്യങ്ങളും നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ പെരുമാറ്റവും ജീവിതശൈലിയുമാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇതാണ്. ജീവിതശൈലീ രോഗങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങൾ, നമ്മുടെ ഭക്ഷണരീതി, വ്യായാമമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിൽപ്പെടും. ഒരു വശത്ത് പോഷകാഹാരക്കുറവ് ഒരു വലിയ പ്രശ്നമാകുമ്പോൾ മറുവശത്ത് അമിതവണ്ണവും ഹൃദ്രോഗവും പോലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. ഇവിടെ രസകരമായ ഒരു സാമൂഹിക വ്യത്യാസം കൂടിയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതൊക്കെ സാധാരണയായി സമ്പന്നരുടെ രോഗങ്ങളായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് പാവപ്പെട്ടവരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. 3ാമത്തെ വിഭാഗമാണ് പാരിസ്ഥിതിക ഘടകങ്ങൾ, അതായത് നമ്മുടെ ചുറ്റുപാടുകൾ. ഇതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1. നമ്മുടെ ശരീരത്തിനുള്ളിലെ ആന്തരിക പരിസ്ഥിതി, അതായത് നമ്മുടെ ഓരോ അവയവവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത്. 2. നമുക്ക് പുറത്തുള്ള ബാഹ്യപരിസ്ഥിതി, നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, താമസിക്കുന്ന വീട്, ഇതൊക്കെ ഇതിൽ വരും. പിന്നെ 3ാമതായി ഒന്നുണ്ട്, സാമൂഹിക പരിസ്ഥിതി. നമ്മുടെ സംസ്കാരം, വിശ്വാസങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ രീതികൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കും. അടുത്തത് 4ാമത്തേത് സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സമൂഹത്തിൽ നമ്മുടെ വരുമാനം, വിദ്യാഭ്യാസം, ജോലി എന്നിവയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈ കാണുന്നതുപോലെ സാമ്പത്തിക സ്ഥിരത, വിദ്യാഭ്യാസത്തിനുള്ള അവസരം, ആരോഗ്യ സേവനങ്ങൾ കിട്ടാനുള്ള സൗകര്യം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഘടകം. ഇതൊക്കെ എങ്ങനെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം. നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ടെങ്കിലേ നല്ല ഭക്ഷണം കഴിക്കാനും അസുഖം വന്നാൽ നല്ല ചികിത്സ നേടാനും സാധിക്കൂ, അല്ലേ? അതുപോലെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ശുചിത്വത്തെക്കുറിച്ചും രോഗപ്രതിരോധത്തെക്കുറിച്ചുമുള്ള അറിവ് ഒരു കുടുംബത്തിലേക്ക് മുഴുവൻ എത്തുന്നത് പലപ്പോഴും ഒരു സ്ത്രീയിലൂടെയാണ്. പിന്നെ നമ്മുടെ ജോലി,
അപകടസാധ്യതയുള്ള ജോലികൾ മാത്രമല്ല, തൊഴിലില്ലായ്മയുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം പോലും നമ്മുടെ ആരോഗ്യത്തെ തകർക്കാൻ മതി. അപ്പോ നമ്മുടെ അഞ്ചാമത്തെയും അവസാനത്തെയും നിർണായക ഘടകമാണ് ആരോഗ്യ സേവനങ്ങൾ. അതായത് നമുക്ക് എത്രത്തോളം നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നത്. ഇത് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ആശുപത്രികൾ മാത്രമല്ല, കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പോഷകാഹാരം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ, കുടുംബക്ഷേമ പരിപാടികൾ, ഇങ്ങനെയുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ നട്ടെല്ലാണ്. ശരി, അപ്പോൾ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, അതായത് ഡിറ്റർമിനൻറ്റ്സ്, നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യമെന്ന ആശയത്തെ തന്നെയാണ്. എന്താണ് ശരിക്കും ആരോഗ്യം? അതിന് എത്രയെത്ര വശങ്ങളുണ്ട്? ഇതിനെയാണ് ഡൈമെൻഷൻസ് ഓഫ് ഹെൽത്ത് അഥവാ ആരോഗ്യത്തിൻ്റെ മാനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡിറ്റർമിനൻസും ഡൈമെൻഷൻസും രണ്ടും രണ്ടാണ്. പരീക്ഷയ്ക്ക് ഇത് തമ്മിൽ മാറിപ്പോകരുത്. ആരോഗ്യത്തെക്കുറിച്ച് എന്ത് സംസാരിക്കുമ്പോഴും നമ്മൾ തുടങ്ങേണ്ടത് ലോകാരോഗ്യ സംഘടനയുടെ, അതായത് WHO-യുടെ ഈ പ്രസിദ്ധമായ നിർവചനത്തിൽ നിന്നാണ്. എന്താണത്? ആരോഗ്യമെന്നാൽ രോഗമില്ലായ്മ മാത്രമല്ല, മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ്. ഇതൊരു വലിയ മാറ്റമുണ്ടാക്കിയ നിർവചനമായിരുന്നു. പക്ഷേ കാലം മാറിയതനുസരിച്ച് ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പവും കുറച്ചുകൂടി വലുതായി. ആധുനിക ആരോഗ്യ സങ്കല്പങ്ങൾ WHO പറഞ്ഞ ആ 3 കൂടെ മറ്റു 3 കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യത്തിന് ഇന്ന് പ്രധാനമായും 6 മാനങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നു. ശാരീരികം, മാനസികം, സാമൂഹികം, ഇതിനു പുറമെ ആത്മീയമായ, വൈകാരികമായ, തൊഴിൽപരമായ മാനങ്ങൾ. നമുക്കിവ ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ഫിസിക്കൽ ഡയമെൻഷൻ അഥവാ ശാരീരിക മാനം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതിന്റെ ജോലികൾ കൃത്യമായി ചെയ്യുന്ന അവസ്ഥ. രണ്ടാമത്തേത് മെന്റൽ ഡയമെൻഷൻ അഥവാ മാനസിക മാനം. ഇത് മാനസിക രോഗങ്ങളില്ല എന്നതിലുപരി നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മളുമായി ഒരു സമാധാനത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കഴിവ്. മനസ്സും ശരീരവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് തലവേദന വരുന്നത്, അല്ലേ? മൂന്നാമത്തേത് സോഷ്യൽ ഡയമെൻഷൻ അഥവാ സാമൂഹിക മാനം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. അപ്പോൾ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും അത് നിലനിർത്താനുമുള്ള കഴിവ് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. നാലാമത്തേത് സ്പിരിച്വൽ ഡയമെൻഷൻ അഥവാ ആത്മീയമാനം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ഇത് മതവിശ്വാസത്തെക്കുറിച്ച് മാത്രമുള്ള ഒന്നല്ല. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരർത്ഥമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആ അവസ്ഥയാണിത്. നമ്മുടെ മൂല്യങ്ങൾ, മനസ്സമാധാനം, ഇതൊക്കെ ഈ മാനത്തിന്റെ ഭാഗമാണ്. അഞ്ചാമത്തത് ഇമോഷണൽ ഡയമെൻഷൻ അഥവാ വൈകാരിക മാനം. നമ്മുടെ വികാരങ്ങളെ, അത് സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും തിരിച്ചറിയാനും അതിനെ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ്. അവസാനമായി ആറാമത്തെ മാനം വൊക്കേഷണൽ ഡയമെൻഷൻ അഥവാ തൊഴിൽപരമായ ആരോഗ്യം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തി കണ്ടെത്തുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ജോലിയിൽ സന്തോഷമില്ലെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും അതുവഴി ശാരീരികാരോഗ്യത്തെയും ബാധിക്കും. ശരി, അപ്പോൾ നമ്മൾ 2 പ്രധാന ആശയങ്ങളും വിശദമായിട്ട് തന്നെ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ പേപ്പറിലെഴുതി എങ്ങനെ മുഴുവൻ മാർക്കും നേടാം? ഒരു അധ്യാപകനെന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരത്തിൽ ഞങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്നതിനെക്കുറിച്ച് എസ്സേ വന്നാൽ നമ്മൾ പഠിച്ച 5 പോയിന്റുകളും കൃത്യമായ തലക്കെട്ടുകളായി എഴുതുക. ഓരോന്നിനും താഴെ വ്യക്തമായ വിശദീകരണം വേണം. എഴുതുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന വാക്കുപയോഗിക്കാൻ മറക്കരുത്. പിന്നെ സാമൂഹിക സാമ്പത്തിക ഘടകം വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ ഉയർന്ന സ്ത്രീ വിദ്യാഭ്യാസ നിരക്ക് ഇവിടത്തെ മികച്ച ആരോഗ്യ സൂചികകൾക്ക് എങ്ങനെ കാരണമായി എന്നൊരു ഉദാഹരണം കൊടുത്താൽ നിങ്ങളുടെ ഉത്തരത്തിനൊരു പ്രത്യേക നിലവാരം വരും. ഇനി ആരോഗ്യത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ നിങ്ങളുടെ ഉത്തരം തുടങ്ങേണ്ടത് ലോകാരോഗ്യ സംഘടനയുടെ ആ നിർവചനം എഴുതിക്കൊണ്ടാണ്. അത് നിർബന്ധമാണ്. അതിനുശേഷം ഈ ആശയം കാലത്തിനനുസരിച്ച് വികസിച്ചു എന്ന് പറഞ്ഞ് പുതിയ 3 മാനങ്ങളെക്കുറിച്ചും, അതായത് ആത്മീയ, വൈകാരിക, തൊഴിൽപരമായ മാനങ്ങളെക്കുറിച്ചും വിശദീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ മാനമെന്നത് മതവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ജീവിതത്തിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു അധിക മാർക്ക് നേടിത്തരും. അപ്പോൾ ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളും അവ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണമെന്നും നമ്മൾ മനസ്സിലാക്കി. പോകുന്നതിന് മുൻപ് ഈ 2 ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഇതാണ് ഈ യൂണിറ്റിന്റെ മുഴുവൻ സത്തും.
നിർണായക ഘടകങ്ങൾ അഥവാ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ പുറത്തുനിന്ന് സ്വാധീനിക്കുന്ന കാരണങ്ങളാണ്. എന്നാൽ മാനങ്ങൾ അഥവാ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ഉള്ളിലുള്ള അതിന്റെ തന്നെ വ്യത്യസ്ത വശങ്ങളാണ്. ഈ വ്യത്യാസം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഉറപ്പിക്കുക. പിന്നെ പരീക്ഷാ ഹാളിൽ ഒരു സംശയവും വരില്ല. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് സ്വയം പരിശീലിക്കാനായി ഒരു ചോദ്യം തരാം. ആരോഗ്യമെന്നത് കേവലം ശാരീരികമായ ഒന്നല്ല, അതൊരു ബഹുമുഖമായ ആശയമാണ്. ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ ആരോഗ്യത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഈ ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതി നോക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. നിങ്ങളുടെ പരീക്ഷകൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക.